എങ്ങോട്ടാ പോകുന്നത്? യാത്രക്കിടയിൽ മിത്ര അഗ്നിയോട് ചോദിച്ചു. സ്ഥലം എത്തുമ്പോൾ കാറ് നിൽക്കും, അപ്പോൾ ഇറങ്ങിയാൽ മതി. ചോദ്യങ്ങളൊന്നും വേണ്ട. അവൻ്റെ പെരുമാറ്റവും സംസാരവും അവൾക്ക് വല്ലാത്ത അരോചകമായി തോന്നി. സാഹചര്യം ശരിയല്ല എന്നറിയുന്നത് കൊണ്ട് അവൾ പിന്നെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. അഗ്നിയുടെ കാർ ഒരു മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നു. അഗ്നി കാറ് നിർത്തിയ ശേഷം പുറത്തേക്കിറങ്ങി മിത്രയ്ക്ക് ഡോറ് തുറന്നു കൊടുത്തു. ഇറങ്ങി വാ. ഇവിടെ എന്താ? എന്താണെന്ന് പറയാതെ നീ വരില്ലേ? അഗ്നിയുടെ കയ്യിലാണ് മീര എന്ന് ഓർത്തതും അവൾ പുറത്തേക്കിറങ്ങി. കാറ് പാർക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയതും മിത്ര കാണുന്നത് വലിയ പടിക്കെട്ടുകളാണ്. അത് നോക്കിക്കൊണ്ട് അവൾ ഒന്ന് നിശ്വസിച്ചു. ഈ പടികൾ കയറണോ? മിത്ര അഗ്നിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണം. അഗ്നി അത് പറഞ്ഞതും നീര് വന്ന് വീർത്ത് അവളുടെ കാലിലേക്ക് നോക്കി. പെട്ടെന്ന് വായുവിലൂടെ ഉയരുന്നതായി മിത്രയ്ക്ക് തോന്നി. അല്പസമയം വേണ്ടി വന്നു അഗ്നി അവളെ എടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കുവാണെന്ന് മനസ്സിലാക്കാൻ. എന്നെ താഴെ ഇറക്കടോ. അഗ്നിയുടെ ദേഹത്ത് നിന്ന് അവൾ കുതറി. അടങ്ങിയിരിക്ക്, അല്ലെങ്കിൽ താഴെ വീഴും. താൻ എന്തിനാ എന്നെ എടുത്തത്? എനിക്ക് നടക്കാനറിയാം. നിന്നെ നടത്തിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. എന്നാലേ എൻ്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് നിന്നെ എടുത്തത്. എനിക്ക് തൻ്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ഒന്ന് മിണ്ടാതിരിക്ക്, അല്ലെങ്കിൽ ഞാനിപ്പം തന്നെ താഴെയിടും. മിത്രയ്ക്ക് സംസാരിക്കാൻ സാവകാശം കൊടുക്കാതെ അഗ്നി പടികൾ കയറിക്കൊണ്ടിരുന്നു. ആളുകളുടെ മുന്നിൽ ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് കരുതി മിത്ര അടങ്ങി നിന്നു. അമ്പലത്തിൽ വന്നവരുടെ ശ്രദ്ധ അവരിലായിരുന്നു. അവരുടെ നോട്ടവും ചിരിയും മിത്രയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. പടവുകൾ കയറി മുകളിലെത്തിയതും അഗ്നി മിത്രയെ താഴെ നിർത്തി. മീര, അവൾ ഫ്ലാറ്റിലുണ്ട്. ഞാൻ വിശ്വസിക്കില്ല. അവളെ വിളിക്ക്. വിളിക്കാം, ആദ്യം വന്ന കാര്യം നടക്കട്ടെ. അഗ്നി അവളുടെ കൈ പിടിച്ചുകൊണ്ട് അമ്പലത്തിനകത്തേക്ക് നടന്നു. ശിവന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ അവളെ കൊണ്ടു നിർത്തി. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. നിനക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ശരിക്കും എന്താ തൻ്റെ ഉദ്ദേശം? നിനക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. അത് പറഞ്ഞ് അഗ്നി തിരിഞ്ഞു നടന്നു. മിത്ര അല്പസമയം നടയിലേക്ക് നോക്കി നിന്നു. പിന്നെ കൈകൂപ്പി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കഴുത്തിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയതും മിത്ര തൻ്റെ കണ്ണു തുറന്നു നോക്കി. എന്നാൽ അപ്പോഴേക്കും അഗ്നി അവളുടെ കഴുത്തിൽ താലി ചാർത്തി കഴിഞ്ഞിരുന്നു. ഒന്നും മിണ്ടാനാവാതെ അവൾ അഗ്നിയെ നോക്കി. ദേഷ്യവും സങ്കടവും കൊണ്ട് കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവനെ ദേഷ്യത്തോടെ നോക്കിയതും മിത്ര കണ്ടത് അഗ്നിയുടെ പുറകിലായി നിന്ന ഗിരിയെയാണ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കണ്ണുകളിലെ വേദന മനസ്സിലാക്കാൻ മിത്രക്ക് അധിക സമയം വേണ്ടി വന്നില്ല. താൻ ജീവിതത്തിൽ ആഗ്രഹിച്ചത് ഗിരിയേട്ടൻ്റെ കൈകൊണ്ടൊരു താലിയായിരുന്നു. എന്നാൽ വിധി. അപ്പോഴേക്കും അഗ്നി സിന്ദൂരവും ചാർത്തി കഴിഞ്ഞിരുന്നു. അഗ്നിയുടെ താലിയും സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന മിത്രയെ കണ്ടതും ഗിരിയുടെ ഹൃദയം നേറിപ്പുകയുന്നത് പോലെ തോന്നി. എൻ്റെ പെണ്ണ് എന്ന് പണ്ടപ്പോഴോ ഹൃദയത്തിൽ എഴുതി ചേർത്തിരുന്നു. ഇന്ന് മനസ്സിൽ അവൾക്കൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാവും ഈ കാഴ്ച കൊല്ലാതെ കൊല്ലുന്നത് പോലെ. അധികം ഈ കാഴ്ച കണ്ടു നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്ന് തോന്നിയതും ഗിരി അവിടെ നിന്ന് നടന്നു നീങ്ങി. ഹൃദയം നീറുന്ന വേദനയോടെ തന്നെ മിത്ര കാഴ്ച നോക്കി നിന്നു. അവൾക്കറിയാമായിരുന്നു ഗിരിയുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നത് കണ്ണീരല്ല, പകരം രക്തമാണെന്ന്. നിന്നോട് ദൈവം ചോദിക്കും മിത്ര. നെഞ്ചു നേറിക്കൊണ്ട് ഇവിടെ നിന്ന് പോയ എൻ്റെ ഏട്ടൻ്റെ കണ്ണുനീര് ദൈവം കാണാതിരിക്കില്ല. ദേഷ്യത്തോടെ ലക്ഷ്മി തിരികെ നടന്നതും മിത്രയുടെ ദേഷ്യവും സങ്കടവും ഇരട്ടിയായിരുന്നു. അഗ്നിയെ കാക്കാതെ ഒരു ഓട്ടോ വിളിച്ച് അവൾ ഫ്ലാറ്റിലേക്ക് പോയി. തൻ്റെ മൊബൈലിലേക്ക് വന്ന ഫോട്ടോ പകയോടെ നോക്കുകയായിരുന്നു ദുർഗ. ദേഷ്യവും സങ്കടവും നിരാശയും അവളെ വല്ലാതെ തളർത്തി. ഇല്ല അഗ്നി, അഗ്നിയേട്ടൻ എൻ്റേതാണ്, എൻ്റേത് മാത്രം. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരു ഭ്രാന്തിയെ പോലെ പുലമ്പുന്നവളെ ഭയത്തോടെയും സങ്കടത്തോടെയും സുഭദ്ര നോക്കി നിന്നു. മോളെ ദുർഗ. അവളുടെ അടുത്തേക്ക് വന്ന സുഭദ്രയെ അവൾ തള്ളി മാറ്റി. എവിടെ മുത്തശ്ശി? എവിടെ? എൻ്റേതാണ്, മറ്റാർക്കും കൊടുക്കൂലെന്ന് പറഞ്ഞ് എന്നെ ആശിപ്പിച്ചിട്ട് ഇപ്പോൾ എല്ലാം നഷ്ടമായില്ലേ മോളെ? പത്മാവതിയുടെ വിളി കേട്ടതും ദുർഗ അവരുടെ അടുത്തേക്ക് പോയി. മുത്തശ്ശിയല്ലേ എനിക്ക് വാക്ക് തന്നത്? എന്നിട്ടിപ്പോൾ അഗ്നിയേട്ടൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചില്ലേ? എനിക്ക് വേണം അഗ്നിയേട്ടന്. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദുർഗേ, നിനക്ക് പത്മാവതി വാക്ക് തരുന്നു. അഗ്നിയെ നിനക്ക് ഞാൻ തിരിച്ചു തന്നിരിക്കും. ദുർഗയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പത്മാവതി പറഞ്ഞു. ഇതേ സമയം മറ്റൊരാൾ വിരഹത്താൽ നീറുന്നുണ്ടായിരുന്നു. ഗിരി. ഒരേ നാട്ടുകാരാണെങ്കിലും മിത്ര ആർക്കും അത്രയ്ക്ക് പരിചിതരായിരുന്നില്ല.
സ്വന്തം കാര്യം മാത്രം നോക്കി ഒതുങ്ങി ജീവിക്കുന്നവൾ. കോളേജ് കാലഘട്ടത്തിലാണ് എൻ്റെ ഹൃദയത്തിൽ അവൾ പ്രവേശിച്ചത്. ഒരു പെണ്ണിലും കാണാത്ത ധൈര്യം. തൻ്റെ ശരീരത്തിലേക്ക് കാമത്തോടെ നോക്കിയ അധ്യാപകനെ എല്ലാവരുടെയും മുഖത്തടിച്ച് പ്രതിഷേധം നടത്തിയവൾ. പഠനകാര്യത്തിലും അവൾ മിടുക്കിയായിരുന്നു. എപ്പോഴോ എൻ്റെ ഹൃദയത്തിലേക്കും അവൾ കയറി. പ്രണയം പങ്കുവെച്ചപ്പോൾ തന്നെ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ ബാധ്യതകളും പ്രാരാബ്ദങ്ങളും തീരുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറാണോ എന്നായിരുന്നു. പുഞ്ചിരിയോടെ സമ്മതമറിയിച്ചപ്പോൾ ആ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം കണ്ടിരുന്നു ഞാൻ. സാധാരണ പെൺകുട്ടികളെ പോലെ പാർക്കിലും ബീച്ചിലും പ്രണയം പങ്കുവയ്ക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ എപ്പോഴോ ഞങ്ങളുടെ പ്രണയത്തിൽ വില്ലനായി എൻ്റെ അമ്മ കടന്നു വന്നു. പാരമ്പര്യവും പ്രതാപവും ഇല്ലാത്തൊരു സാധാരണ പെൺകുട്ടിയെ മരുമകളായി ഉൾക്കൊള്ളാൻ എൻ്റെ അമ്മയുടെ ഹൃദയത്തിന് വലിപ്പമില്ലാതെയായി പോയി. പണത്തിനു വേണ്ടി മകനെ വശീകരിച്ചൊരു മോശം സ്ത്രീയായി അമ്മ അവളെ മുദ്രകുത്തി. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത മിത്രയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രണയം. പിന്നീട് അവൾ പൂർണ്ണമായും എന്നെ തള്ളിക്കളഞ്ഞു. എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ നോക്കിയെങ്കിലും അവൾ അതിന് തയ്യാറായിരുന്നില്ല. അപ്പോഴും പ്രണയം മാത്രമായിരുന്നു എനിക്ക്. അവൾക്ക് ജോലി കിട്ടിയതും ജോലിക്ക് പോയി തുടങ്ങിയതും അറിഞ്ഞു. എന്നാൽ വൈകാതെ ഇടുത്തി പോലെ മറ്റൊരു വാർത്ത കാതിലേക്ക് തുളച്ചു കയറി. വിവാഹം കഴിക്കാതെ തന്നെ മിത്ര ഗർഭിണിയാണെന്ന്. അവൾ എന്നെ ചതിക്കുകയായിരുന്നു. ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ? നിരവധി ചോദ്യങ്ങൾ എന്നിലുയർന്നു. അവളെ കണ്ടത് ചോദിക്കുകയും ചെയ്തു. എന്നാൽ മിത്രയുടെ മറുപടി എന്നെ തകർത്തു. മറ്റൊരാളെ അവൾക്ക് ഇഷ്ടമാണെന്നും അയാളുടെ കുഞ്ഞാണ് തൻ്റെ വയറ്റിൽ വളരുന്നതെന്നും എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നും പറഞ്ഞപ്പോൾ ഹൃദയം പൊട്ടിത്തകരുകയായിരുന്നു. അവരെ ദൂരെ നിന്ന് നോക്കി കാണുകയായിരുന്നു. ഈ കഴിഞ്ഞ 5-6 മാസങ്ങൾ അവൾ തനിച്ചായിരുന്നു. എന്തു വന്നാലും മിത്രയെ തനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൈപിടിച്ച് കൂടെ കൂട്ടാൻ തീരുമാനിച്ചത്. എന്നാൽ അമ്പലത്തിൽ ഞാൻ കണ്ട കാഴ്ച. ഓട്ടോയിൽ കയറി എങ്ങനെയോ മിത്ര ഫ്ലാറ്റിലെത്തി. ഡോറ് തുറന്ന് മീരയെ കണ്ടതും സംസാരത്തിന് നിൽക്കാതെ അവൾ അകത്തേക്ക് കയറി വാതിലടച്ചു. നിലത്ത് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു. മീര കുറെ വിളിച്ചെങ്കിലും മിത്ര ഡോറ് തുറന്നില്ല. മിത്രയുടെ പുറകിൽ തന്നെ അഗ്നി ഫ്ലാറ്റിലേക്ക് പോയി. പടിക്കെട്ടുകൾ കയറുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ മിത്ര മാത്രമായിരുന്നു. വീണ്ടും കോളിംഗ് ബെൽ കേട്ടതും മീര ഡോറ് തുറന്നു. അഗ്നി അവൾ പ്രതീക്ഷിച്ചത് കൊണ്ട് അവൾക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. മിത്രയുടെ മുറിക്ക് മുൻപിൽ പോയി അഗ്നി ഡോറിൽ മുട്ടിക്കൊണ്ടിരുന്നു. മിത്ര, കതക് തുറക്ക്. നിർത്താതെ അഗ്നി വാതിൽ മുട്ടിയതും മിത്ര കതക് തുറന്നു. ചുവന്നു വന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന മിത്രയെ കണ്ടതും അഗ്നി ഒന്ന് ശ്വാസം നീട്ടി വലിച്ചു. റെഡിയാക്, നമുക്ക് പോകാം. എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്ക്. തൻ്റെ വീട്ടിലേക്ക് ഞാൻ എന്തിനു വരണം? അവിടെ എൻ്റെ ആരാ ഉള്ളത്? മിത്ര, എന്നെക്കൊണ്ട് നീ ബലം പ്രയോഗിക്കാൻ ഇടവരുത്തരുത്. അത് നിനക്ക് നല്ലതിനല്ല. ഇല്ല, താൻ എന്ത് ചെയ്താലും ഞാൻ വരില്ല. അവളോട് അധികം സംസാരത്തിന് നിൽക്കാതെ അവളെ പൊക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു അഗ്നി. മിത്ര അവൻ്റെ ചുമലിൽ കിടന്ന് കുതറിക്കൊണ്ടിരുന്നു. എന്നാൽ അഗ്നി അവളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. എന്നെ താഴെ നിർത്താൻ. അവളുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ അഗ്നി അവളുമായി മുന്നോട്ട് പോയി. അവൻ്റെ കൂടെ ഭാര്യയായി താമസിക്കുക എന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ മിത്രയെ താൻ ജീവനോടെ കാണില്ല. അവളുടെ ഉറച്ച വാക്കുകൾക്ക് മുൻപിൽ അഗ്നി ഒന്ന് പതറി. വാശിയുടെ കാര്യത്തിൽ മിത്ര ഒട്ടും പുറകിലല്ല. ഒരു ദേശത്തിൻ്റെയോ വാശിയുടെയോ പുറത്തവൾ വല്ല അവിവേകം കാണിച്ചാൽ എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ കുഞ്ഞിനെയും മിത്രയെയും ആയിരിക്കും. നോ, അത് തനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഒന്നും സംസാരിക്കാതെ അഗ്നി മിത്രയെ താഴെ ഇറക്കി. ഇപ്പം ഞാൻ പോകുന്നു, പക്ഷേ നീ എൻ്റെ അടുത്തേക്ക് വന്നേ തീരൂ. മിത്രയോട് അത്രമാത്രം പറഞ്ഞ് അഗ്നി പുറത്തു പോയി. അവളെ എങ്ങനെങ്കിലും സുരക്ഷിതയാക്കണം. അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അവസ്ഥ നിനക്കും എൻ്റെ അവസ്ഥ നമ്മുടെ കുഞ്ഞിനും വരും. അതിന് അഗ്നി ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു മിത്ര. അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം ആ ചുമരുകളിൽ കൈവച്ചു മീര. മിത്ര, എന്താ ഉണ്ടായത്? എവിടെയായിരുന്നു ഇത്രയും നേരം? നിറഞ്ഞ കണ്ണുകളോടെ തന്നെ മിത്ര അവൾക്ക് വേണ്ട മറുപടിയും കൊടുത്തു. ഒരു നിമിഷം കരഞ്ഞു കലങ്ങി അവളുടെ മുഖത്തേക്കും കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആലിലെ താലിയിലേക്ക് നോക്കി നിന്നു മീര. അഗ്നിയുടെ മനസ്സിൽ എന്താണ്, അവൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് മറുപടിയൊന്നും കിട്ടിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മറ്റൊരു സ്ത്രീക്കുമില്ലാത്ത സ്ഥാനം അഗ്നിയുടെ ജീവിതത്തിൽ മിത്രയ്ക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ താലി പോലും അവളുടെ കഴുത്തിൽ ചാർത്തിയത്.
മിത്ര, നീ ഇങ്ങനെ കരഞ്ഞിരിക്കാതെ എന്തെങ്കിലും കഴിക്ക്. ടാബ്ലറ്റ് കുടിക്കാനുണ്ട്. ഈ ടെൻഷനിടയ്ക്ക് പലപ്പോഴും നീ നിന്റെ കുഞ്ഞിനെ മറക്കുന്നു. മീര തന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. അവളെ ഫ്രഷാക്കി അതിനുശേഷം അവൾക്ക് കഴിക്കാൻ വേണ്ട ഭക്ഷണവും മരുന്നും എടുത്തു കൊടുത്തു. നീ കുറച്ചു നേരം കിടക്ക്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. മിത്രയെ മുറിയിലാക്കിക്കൊണ്ട് മീര പുറത്തേക്ക് വന്നു. ശേഷം അവളുടെ മുറിയിലേക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവൾ കതകടച്ച് പുറത്തിറങ്ങി. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിനകത്തിരിക്കുകയായിരുന്നു പത്മാവതി. പെട്ടെന്നൊരാൾ അവരുടെ അടുത്തേക്ക് വന്നു. ആ കാറിൽ കയറിയിരുന്നു. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ആളെ വിട്ട് വിളിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. വേണ്ട, ഇതെൻ്റെ ആവശ്യമാണ്. അതുമാത്രമല്ല, നമ്മൾ തമ്മിൽ കണ്ടത് മറ്റാരും അറിയാനും പാടില്ല. നിന്റെ ഫോണിലേക്ക് ഞാനൊരു ഫോട്ടോയും വിലാസവും അറിയിച്ചിട്ടുണ്ട്. 10 ദിവസം അതിനുള്ളിൽ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കണം. അതിൽ കൂടുതൽ അവളുടെ ആയുസ്സിന് നീളാൻ പാടില്ല. മേഡം ഏൽപ്പിച്ച വാക്കുകളെല്ലാം കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഒരു പിഴവും സംഭവിക്കില്ല. നിന്റെ ആത്മവിശ്വാസമൊക്കെ എനിക്കിഷ്ടമായി. പക്ഷേ അതിനു മുൻപ് ഒരു കാര്യം ഓർക്കണം. എതിർവശം നിൽക്കുന്നതെൻ്റെ കൊച്ചുമകനാണ് അഗ്നി. അവൻ സത്യങ്ങൾ അറിഞ്ഞാൽ... ഇല്ല മേഡം, പൂർണ്ണമായും വിശ്വസിക്ക്. നാളെ ഞാൻ പിടിക്കപ്പെട്ടാലും ഒരിക്കലും എൻ്റെ വായിൽ നിന്ന് മേഡത്തിൻ്റെ പേര് വീഴില്ല. അത് ഞാൻ ഉറപ്പു തരുന്നു. പത്മാവതി ഒന്നും സംസാരിക്കാതെ തൻ്റെ പേഴ്സിൽ നിന്നും ഒരു ബ്ലാക്ക് ചെക്ക് അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ അത് വാങ്ങിക്കൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിടിച്ചു നിർത്താൻ കഴിയാത്ത മനസ്സോടെയാണ് അഗ്നി ബാറിലേക്ക് പോയത്. എന്നാൽ എന്തുകൊണ്ടോ അവന് മദ്യപിക്കാൻ തോന്നിയില്ല. എന്നാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന മിത്രയുടെ മുഖം, അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ മുഖവും ഓർത്തതും അവൻ വെള്ളം പോലും ചേർക്കാതെ ഒരു ഗ്ലാസ് അകത്താക്കി. മിത്ര, എത്ര പെട്ടെന്നാണ് തൻ്റെ ലോകം അവളിലേക്ക് ചുരുങ്ങിയത്. ഇപ്പോൾ മനസ്സ് നിറയെ അവൾ മാത്രമാണ് മിത്ര. എന്നാൽ ശത്രുക്കൾ പത്മാവതി. നേരായ മാർഗത്തിലൂടെ ചെയ്തു പരിചയമില്ലവർക്ക്. എന്തിനും വളഞ്ഞ വഴി സ്വീകരിച്ച മാത്രമേ അവർക്ക് ശീലം. എന്നാൽ മിത്രയുടെ കാര്യത്തിൽ തോൽക്കാൻ അഗ്നി തയ്യാറല്ല. എത്രയും പെട്ടെന്ന് മിത്രയെ സുരക്ഷിതരായിരിക്കണം. പെട്ടെന്ന് റിങ് ചെയ്ത ഫോണാണ് അവനെ ചിന്തയിൽ നിന്നുണർത്തിയത്. പരിചയമില്ലാത്ത നമ്പറായതിനാൽ അഗ്നി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ കോൾ എടുത്തു. ഹലോ സർ, ഞാൻ മീരയാണ്. എന്ത് പറ്റി? മിത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അത് എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ കുറച്ച് തിരക്കിലാണ്. സർ, മിത്രയെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്നാലോചിച്ചതിന് ശേഷം അഗ്നി പോകാമെന്ന് സമ്മതിച്ചു. സർ, ഞാൻ ബീച്ചിൽ സാറിനു വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ്, ഞാനിപ്പോൾ അവിടെ എത്തും. അഗ്നി കാറെടുത്ത് ബീച്ചിലേക്ക് പുറപ്പെട്ടു.